നമുക്കെല്ലാവർക്കും സൊമാറ്റോയിൽ നിന്നും ഫുഡ് ഓർഡർ ചെയ്യാനും മിന്ത്രയിൽ നിന്നും പുതിയ ഡ്രസ്സ് വാങ്ങാനും വീക്കെൻഡിൽ സിനിമയ്ക്ക് പോകാനും ഒക്കെ വളരെ ഇഷ്ടമാണല്ലോ അല്ലേ? പക്ഷേ മാസാവസാനം ഇതിൻ്റെയൊക്കെ ബില്ല് വരുമ്പോൾ നമ്മുടെ പോക്കറ്റ് ശരിക്കും കാലിയാകാറുണ്ട്. ഈ ചിലവുകളൊക്കെ പകുതിയാകാൻ ഒരു വഴിയുണ്ടെങ്കിലോ? അതും നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ ആപ്പ് വഴിയോ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ലാഭിക്കാം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ ഷോപ്പിങ്ങും ചിലവുകളും കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ക്രെഡിറ്റ് കാർഡ് കുറിച്ചാണ്. അതായത് ആക്സിസ് ബാങ്കിൻ്റെ നിയോ റുപ്പേ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ കാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. അതായത് ഈ കാർഡ് എടുക്കാൻ ജോയിനിങ് ഫീസോ മാസാമാസം കൊടുക്കേണ്ട വാർഷിക ഫീസോ ഒന്നുമില്ല. ജീവിതകാലം മുഴുവൻ ഫ്രീ ആയി ഉപയോഗിക്കാം. മാത്രമല്ല ഇതൊരു റുപ്പേ കാർഡ് ആയതുകൊണ്ട് നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ UPI ആപ്പുകളുമായിട്ട് നേരിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എവിടെ പോയാലും QR കോഡ് സ്കാൻ ചെയ്ത് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. കാർഡ് കയ്യിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ കാർഡ് കൊണ്ടുള്ള മറ്റ് പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UPI സൗകര്യത്തിന് പുറമെ നിങ്ങളുടെ ദൈനംദിന ചെലവുകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന മികച്ച ഓഫറുകളും ഈ കാർഡിലുണ്ട്. ഒന്നാമത്തത്, ഫുഡ് ഓർഡറുകൾക്ക് 40% ലാഭം കിട്ടും. അതായത് സൊമാറ്റോയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരെ 40% ഡിസ്കൗണ്ടാണ് ലഭിക്കുന്നത്. അതുപോലെ ഷോപ്പിങ്ങും സിനിമയ്ക്കും 10% ലാഭമുണ്ടാകും. അതായത് ബുക്ക് മൈ ഷോ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്നത്, പിന്നെ ബ്ലിങ്കിറ്റ്, ഡ്രസ്സുകൾ വാങ്ങാൻ ഉപയോഗിക്കുന്ന മിന്ത്ര, ഇതിലെല്ലാം നിങ്ങൾക്ക് 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളിൽ 15% ഓഫറുണ്ട്. അതായത് പുറത്തു പോയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെ പാർട്ണർ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും മിനിമം 15% ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ ആദ്യത്തെ ബില്ല് ഫ്രീ ആണിതിൽ. വീട്ടിലുള്ള കറണ്ട് ബില്ലോ മറ്റ് യൂട്ടിലിറ്റി ബില്ലുകളോ ഈ കാർഡ് വഴി ആദ്യമായിട്ട് അടയ്ക്കുമ്പോൾ 300 രൂപ വരെ 100% ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് തിരികെ കിട്ടും. ഇനി എളുപ്പത്തിൽ ഇത് EMI ആക്കാം. പെട്ടെന്ന് ഫോണോ TVയോ വാങ്ങേണ്ടി വന്ന ടെൻഷൻ വേണ്ട. 2500 രൂപയ്ക്ക് മുകളിലുള്ള ഏത് പർച്ചേസും വളരെ എളുപ്പത്തിൽ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനും നമുക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഉള്ള മറ്റൊരു കാര്യമാണ് എഡ്ജ് റിവാർഡ്സ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ കാർഡിൻ്റെ മറ്റൊരു ആകർഷണമാണ് ഈ എഡ്ജ് റിവാർഡ്സ് പോയിന്റുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് UPI വഴി സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്സിസ് ബാങ്കിൻ്റെ എഡ്ജ് റിവാർഡ്സ് പോയിന്റുകൾ ലഭിക്കും. വെറുതെ കിട്ടുന്ന ഈ പോയിന്റുകൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പണത്തിന് പകരമായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. ഗിഫ്റ്റ് വൗച്ചറുകൾ വാങ്ങാൻ, അതായത് നിങ്ങൾക്ക് കിട്ടിയ പോയിന്റുകൾ ഉപയോഗിച്ച് ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്വിഗ്ഗി തുടങ്ങിയവയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ ഫ്രീ ആയിട്ട് വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ റിവാർഡ്സ് കാറ്റലോഗിൽ നിന്ന് ഇലക്ട്രോണിക് സാധനങ്ങളോ വീട്ടു സാധനങ്ങളോ ഈ പോയിന്റുകൾ നൽകി ഓർഡർ ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റുകളോ ഹോട്ടൽ റൂമുകളോ ബുക്ക് ചെയ്യാനും ഇത് ഉപയോഗിക്കാനും പറ്റും. എങ്ങനെയാണ് ഈ റിവാർഡ്സ് പോയിന്റുകൾ റെഡീം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്സിസ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ അവരുടെ തന്നെ വെബ്സൈറ്റ് വഴിയോ നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിൽ കയറി പോയിന്റുകൾ റെഡീം ചെയ്യാൻ പറ്റും. ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, ഈ റെഡീം പോയിന്റുകൾക്ക് 3 വർഷത്തെ കാലാവധി ഉണ്ട്. അപ്പോൾ അതിനു മുൻപ് ഇത് നമ്മൾ ഉപയോഗിച്ച് തീർക്കാനും സാധിക്കില്ല. നമ്മൾ കൂടുതൽ റുപ്പേ കാർഡ് ഉപയോഗിച്ചാൽ മാത്രമായിരിക്കും, ഈ കാർഡ് UPI വഴിയൊക്കെ ഉപയോഗിച്ചാൽ മാത്രമായിരിക്കും ഈ റിവാർഡ്സ് പോയിന്റുകൾ കിട്ടുന്നതെന്നും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ ഈ കാർഡിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോയിനിങ് ഫീ ഇല്ലാതെ തന്നെ നമ്മൾ ദിവസവും ചെയ്യുന്ന ചിലവുകളിൽ നിന്ന് വലിയൊരു തുക ലാഭിക്കാൻ ഈ ഒറ്റ കാർഡ് മതിയാകും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഈ കാർഡിന് അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒട്ടും സമയം കളയാതെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡിന് അപ്ലൈ ചെയ്യുന്നതിനുള്ള സൈറ്റിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഈ കാർഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്ക് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.